SMC നാസർ കൂടി കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. നാസർ, പശ്ചിമേഷ്യയിൽ സാഹചര്യം കൈവിട്ട് പോവുകയാണോ? എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന അപ്ഡേറ്റ്? അനീഷ, വ്യാപകമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. കാരണം പക്ഷേ ഇന്നലെ രാത്രിയാണ് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നത്. എല്ലാ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും പ്രതിരോധിക്കുന്നതിൽ അതാതിടങ്ങളിലെ പ്രതിരോധ മന്ത്രാലയം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സംഘർഷത്തിലേക്ക്, കാരണം നേരത്തെ ആദ്യം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു ഇറാൻ തങ്ങളുടെ ലക്ഷ്യമായി കണ്ടിരുന്നത്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് മാറി ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് സൗദിയിലെ അരാംകോ റിഫൈനറിയിൽ, അതോടൊപ്പം തന്നെ ഖത്തറിലെ ദ്രവീകൃത ഇന്ധന ഉൽപാദനവുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് ആക്രമണം മാറി. ഇന്നിപ്പം റിയാദിലെ US എംബസിക്ക് നേരെ നടന്ന ആക്രമണം മറ്റൊരു ചൂട് മാറ്റം കൂടിയാണ്. കാരണം നയതന്ത്ര കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് UAE, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 14 രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിൽ നിന്ന് US പൗരന്മാരെ ഒഴിപ്പിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു നിരക്കും സാധിക്കുകയില്ല എന്ന് ഇസ്രായേലിലെ US അംബാസഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സമുദ്ര മേഖലയിൽ കൂടുതൽ സംഘർഷം കനക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെ രാത്രി തന്നെ ഒരു കപ്പലിന് നേരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വെടിയുതിർക്കുകയും കപ്പലിന് തീപിടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇന്നും ചില സംഭവങ്ങൾ ഉണ്ടായതായിട്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള നീക്കങ്ങൾ, ചരക്ക് നീക്കം ഏറെക്കുറെ പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ റിഫൈനറി അടച്ചിട്ടതും മൂലം രൂപപ്പെട്ടിരിക്കുന്ന പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട മേഖല, അതോടൊപ്പം തന്നെ എണ്ണ മേഖല, ഈ രണ്ട് മേഖലയും വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിപണിയിലൊക്കെ വലിയ തോതിൽ വിലവർദ്ധനവിന്, ദ്രവീകൃത ഇന്ധനത്തിന് ഇന്ന് മാത്രം 30% വിലവർദ്ധനവ് ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എണ്ണവില 50 കടന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു പ്രതിസന്ധി കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ടായിരിക്കണം ഇപ്പൊ ചൈനയുടെ കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തലിന് തയ്യാറാകണം. ഒരു പരമാധികാര രാജ്യത്തിന് നേരെ ഇത്തരം കടന്നാക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അമേരിക്കയും ഇറാനും ഒരു വെടിനിർത്തലിന് തയ്യാറാവുകയും നിലവിലുള്ള ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈന ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മധ്യസ്ഥത ഇതിൽ വഹിക്കുമോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളും ഇറാനോടുള്ള കടുത്ത എതിർപ്പുകൾ അവർ പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പ്രതിസന്ധി തീക്ഷ്ണമാക്കുന്ന, സങ്കീർണമാക്കുന്ന ഒരു നടപടിയിലേക്കും തൽക്കാലം ഗൾഫ് രാജ്യങ്ങൾ നീങ്ങാൻ സാധ്യതയില്ല. മറിച്ച് പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പരോക്ഷമായിട്ടാണെങ്കിലും ഈ പ്രതിസന്ധി തീർക്കാൻ ഉതകുന്ന നീക്കങ്ങളുമായി സഹകരിക്കാനുള്ള ഒരു തീരുമാനം കൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ കൈക്കൊണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അനീഷ. നാസർ, അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഇറാൻ പ്രതികരിച്ചിരുന്നത് ഈ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ആക്രമണം എന്നായിരുന്നു. പക്ഷെ മറിച്ച് ഇപ്പോൾ നടക്കുന്നത് നയതന്ത്ര കേന്ദ്രങ്ങളെ കൂടി കേന്ദ്രീകരിച്ചുകൂടി ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെയായിരിക്കും? ഈ നയതന്ത്രത്തിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾ നിലവിൽ നടക്കുന്നില്ല, പക്ഷെ അതിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ചൈന മധ്യസ്ഥത വഹിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? കാരണം ആദ്യഘട്ടത്തിൽ ഈ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലൊക്കെ, ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഇറാനും ഒപ്പം ചൈനയും ഒന്നിച്ച് സൈനികാഭ്യാസമൊക്കെ നടത്തിയിരുന്നു. അജീഷ, തീർച്ചയായിട്ടും. കാരണം ചൈനയും റഷ്യയും നേരത്തെ നടന്ന ഇറാനുമായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഒരു മേഖലയിൽ പ്രത്യക്ഷമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി രംഗത്തിറങ്ങാനോ ആ രാജ്യത്തിന് പൂർണ്ണമായിട്ടും ആ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കാനൊന്നും ഈ രണ്ട് രാജ്യങ്ങളും തയ്യാറാകാൻ പല കാരണങ്ങളാൽ സാധിക്കുകയില്ല. ഒന്നാമത് യുക്രൈനുമായിട്ടുള്ള 4 വർഷത്തിലധികമായി തുടരുന്ന ഒരു യുദ്ധത്തിന്റെ കെടുതികളും പ്രതിസന്ധികളും റഷ്യ അഭിമുഖീകരിക്കുന്നുണ്ട്. ചൈനയ്ക്കാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ ഇപ്പോൾ പോലും ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ചർച്ചയിലേക്കൊക്കെയും ചൈന ഇടപെടുന്നുണ്ടെങ്കിൽ പോലും അത് തങ്ങളുടെ വാണിജ്യ താല്പര്യങ്ങളെ, ഭാവി ബിസിനസിനൊക്കെ ബാധിക്കും എന്ന ഒരർത്ഥത്തിൽ മാത്രമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇറാനിൽ നിന്നാണെങ്കിലും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. അതോടൊപ്പം തന്നെ യൂറോപ്യൻ വിപണിയിലേക്കും ഒക്കെയുള്ള എണ്ണ പോകുന്നതിൽ ചൈനയുടെ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപ മേഖലകളിൽ ചൈനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വലിയൊരു മേൽക്കോയ്മ നിലവിലുണ്ട്. അപ്പൊ അതിനെ തകിടം മറിക്കുന്ന ഒരവസ്ഥയിൽ
ദിശയിലേക്കാണ് ഇപ്പം ഈ ആക്രമണം നീങ്ങുന്നത്. അതിപ്പം ട്രംപ് വ്യക്തമാക്കുന്നത് 4 ആഴ്ച മുതൽ 5 ആഴ്ച വരെ ഇത് നീണ്ടു നിൽക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് കരയാക്രമണം വേണമെങ്കിൽ അതിനും സജ്ജമാണെന്ന്. പക്ഷേ ഇസ്രായേൽ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കരയാക്രമണം എന്നത് തങ്ങളുടെ അജണ്ടയിലേ ഇല്ല, അത് സൈന്യത്തെ ഇറാനിലേക്ക് നിയോഗിക്കുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുമ്പോൾ കാരണം വ്യക്തമാണ്. കാരണം അത്ര ശക്തമായിട്ടുള്ള ഒരു കരസേന ഇറാന്റെ പക്കലുള്ളപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു നീക്കം നടത്താനോ അവിടെ ജനകീയമായിട്ടുള്ള ഒരു അട്ടിമറി നടത്തി ഭരണകൂടത്തിന് പകരമായിട്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക എളുപ്പമല്ല എന്ന് ഇപ്പോൾ തന്നെ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ മാക്സിമം അതിന്റെ സൈനിക ശേഷി കുറയ്ക്കുക എന്ന അർത്ഥത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നീക്കവും നിലപാടുകളും നടപടികളുമാണ് ഇപ്പോൾ ഈ 2 രാജ്യങ്ങളും ഇപ്പം ഇറാന്റെ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. അപ്പൊ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ചൈനയും റഷ്യയും കുറെ കൂടെ ശക്തമായിട്ട് രംഗത്തിറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് സാധ്യതയുണ്ട്. പക്ഷെ ആ 2 രാജ്യങ്ങളും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നടപടിക്ക് മുന്നിട്ടിറങ്ങുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുന്നത്. അനീഷ. ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകി.